ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതാ അടിപൊളി സ്കർട്ട് ആൻഡ് ടോപ്പിൻ്റെ വീഡിയോ കേട്ടോ. ഇത് വെറും 150 രൂപ ചിലവായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും, തുണിക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കട്ട് പീസിൻ്റെ കൊട്ടയിൽ കൈയിട്ട് വരാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. ഞാനിതുപോലെ കൈയിട്ട് വരിയിട്ട് എടുത്തത് കേട്ടോ. ഈ രണ്ട് മെറ്റീരിയൽ 60 രൂപക്കാണ് ഇത് രണ്ടുമൊക്കെ കിട്ടിയത് കേട്ടോ. 1 മീറ്ററിന് കുറച്ച് കുറവുണ്ട് ഇത്, എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പം അതാ തുണി 4 മടക്കിയിട്ടിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തുണി തന്നെ പോവാതെ മേലെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ലൈൻ വരച്ചു കൊടുക്കാതെ ആരും ആ അറ്റത്ത് പോയിട്ട് അളവുകളൊന്നും അടയാളപ്പെടുത്തരുത് കേട്ടോ. ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മീതെ അളവുകളൊക്കെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. 17 ഇഞ്ചാണ് എനിക്ക് വേണ്ട ഇറക്കം. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 19 ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു വര വരച്ചു കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 4 ഇഞ്ച് ഷോൾഡറുമാണ് കേട്ടോ. 6.5 ഇഞ്ച് താഴത്തേക്ക് ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 8.5 ഇഞ്ചാണ് ഞാൻ ജസ്റ്റിൻ്റെ അളവ് വരയ്ക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോൾ വരച്ചതിൻ്റെ പകുതി 3 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി താഴെ 1 ഇഞ്ചും അടയാളപ്പെടുത്തിയതിന് ശേഷം ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം കേട്ടോ. ആം ഹോൾ കർവ് നന്നായി വരച്ചു കൊടുത്തതിൻ്റെ ശേഷം ഷോൾഡർ സ്ലോപ്പും കൂടി വരച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് താഴാക്കിയിട്ട് നേരെ നെക്കിൻ്റെ മേലെ വരച്ചു കൊടുത്താൽ മതി. ഷേപ്പ് വരച്ചു കൊടുത്തതിന് ശേഷം താഴത്തെ അളവും കൂടി വരച്ചു കൊടുക്കുക. താഴെ 8.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നേരെ ഒരു വര വരച്ചു കൊടുക്കുക. താഴെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ പണി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യണില്ല, സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്യണുള്ളൂ കേട്ടോ. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. അതിന് തുണി നേരെ ഇടാം. ഇറക്കൊക്കെ ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. വണ്ണം കുറച്ച് കുറവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെട്ടാം. ആം ഹോളിൻ്റെ പകുതി 8 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പകുതി 4 അടയാളപ്പെടുത്തിയിട്ട് താഴെ 3 ഇഞ്ചല്ലേ സാധാരണ അടയാളപ്പെടുത്തൽ, 1/2 ഇഞ്ചും കൂടി കൂട്ടി 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മുടെ കറക്റ്റ് അളവ് കിട്ടും. ആം ഹോൾ അങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുത്ത് അളന്ന് നോക്കുക. 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. താഴത്ത് 4.5 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടി നേരെ മേപ്പെട്ടൊക്കെ വരച്ചിട്ട് സ്ലീവ് വെട്ടിയെടുക്കാം കേട്ടോ. സ്ലീവൊക്കെ വെട്ടിക്കഴിഞ്ഞ് നമുക്ക് നടുക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതാട്ടോ വർക്ക് മെറ്റീരിയൽ. വവ്വാല് തൂങ്ങിയ പോലെ അവിടെ ഇവിടെയൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വെട്ടി ഒരു വിധാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ വെട്ടിയെടുക്കാൻ നോക്കിക്കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യം സ്ലീവ് വെട്ടിയെടുക്കാൻ വിചാരിച്ചു. സ്ലീവ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് വിരിച്ചിട്ടു. മടക്കാനൊന്നും നിൽക്കുന്നില്ല, നേരെ വിരിച്ചിട്ടു. ആ വർക്ക് നേരെ വരുന്ന രീതിയിൽ സ്ലീവ് അതിൻ്റെ മീതിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു തരം ലൈറ്റ് റോസും ആകാശനീലയും കൂടിയിട്ടുള്ള കല്ല് പതിപ്പിച്ച് കേട്ടോ. വർക്ക് മെറ്റീരിയൽ നെറ്റാണ് തുണി, അതിൻ്റെ മീതെയാണ് കല്ല് ഒട്ടിച്ചെടുത്തിക്കണത്. സ്ലീവ് വെട്ടി മാറ്റി വെച്ചതിന് ബാക്കിയുള്ള തുണിയാണ് കേട്ടോ അത്. ആദ്യം ഫ്രണ്ട് പോർഷൻ തന്നെ വെട്ടി മാറ്റിയൊക്കെ വിചാരിച്ചു. സ്ലീവ് വെട്ടിയ പോലെ തന്നെ ആ വർക്ക് നേരെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വെട്ടാൻ പോകട്ടോ. കുറേ നേരം ആലോചിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ഇപ്പോൾ ഇത് ഒന്ന് സെറ്റാക്കി എടുക്കുക. അങ്ങനെ വെക്കാൻ പറ്റുമോ, ഇങ്ങനെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒറ്റ വെട്ടല വെട്ടി, എങ്ങനെ വെച്ചില്ല. ഒരു ഏകദേശം വെച്ച് വെട്ടണം കേട്ടോ. ഞാൻ അതിൻ്റെ മീത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം ബാക്കി വെട്ടലൊക്കെ. ഇതാ ബാക്കി ഇത്രയാണ് വർക്ക് മെറ്റീരിയൽ ഉള്ളത്. എങ്ങനെ വെച്ചാലും ബാക്ക് വശത്തിന് കിട്ടൂല. അതുകൊണ്ട് പിന്നെ ബാക്ക് വശത്ത് പ്ലെയിൻ ആക്കി ഇടാൻ വിചാരിച്ചു. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിൽ നിന്നൊക്കെ ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. ഒരു 10 ഇഞ്ച് നീളമുണ്ട്, 8 ഇഞ്ച് വീതിയുണ്ട് ക്യാൻവാസ്. ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മേലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്
3 ഇഞ്ച് വിടുത്തും 4.5 ഇഞ്ച് ഇറക്കം കൂടിയിട്ട് ഒരു ബോക്സ് ആക്കി കൊടുക്കുക. ഒരു വീനക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു കെർവ് രൂപത്തിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൊണ്ട് പുറത്തൊക്കെ ആക്കിയിട്ട് ഒന്നുകൂടി കെർവായിട്ട് വരച്ചു കൊടുത്തിട്ട് 1 ഇഞ്ച് ചുറ്റോറം മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് ക്യാൻവാസ് വെട്ടിട്ടോ. ഒരു പടി വെച്ചിട്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും കേട്ടോ. അതുപോലെ നെക്കടിക്കാനുള്ള സെയിം കളർ തുണി കിട്ടിയിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു തുണി ഞാൻ വെട്ടി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കും കൂടി വെട്ടിയെടുക്കാം. 2 പീസ് വെച്ചിട്ട് നടുക്കൊരു ജോയിൻറ്റ് വെച്ചിട്ട് ജോയിൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. ജോയിൻറ്റ് ചെയ്യാനുള്ളത് 1/2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ച് വിടുത്തും 3 ഇഞ്ച് ഇറക്കമാണ് ഞാൻ ബാക്കിന് കൊടുക്കുന്നത്. അടിയിലേക്ക് അതേപോലെ ഒരു റൗണ്ട് കൊണ്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം നെക്കടിക്കാനുള്ളത് തന്നെ നമുക്ക് സെറ്റാക്കിയേക്കാം. ജോയിൻറ്റ് ചെയ്യാനുള്ളതൊക്കെ ജോയിൻറ്റ് ചെയ്ത് അരികൊക്കെ മടക്കി അടിച്ച് ക്യാൻവാസിൽ തുണി വെച്ച് അടിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് വശം ഒന്ന് അരികു വെച്ച് അടിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ആണെങ്കിൽ ക്യാൻവാസൊക്കെ വെച്ച് അടിച്ച് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടാത്ത തുണിയൊക്കെ കട്ട് ചെയ്തിട്ട് നടുക്കൊരു അടയാളം ഇട്ട് കൊടുക്കാം. ഇനി മെയിൻ തുണിയുടെ മീതെ വർക്കിംഗ് തുണി വെച്ചിട്ട് ചുറ്റോറ സ്റ്റിച്ച് ചെയ്ത് നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്ന വർക്കിംഗ് തുണിയൊക്കെ വെട്ടിക്കളയാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിൽ നിന്നൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം സ്റ്റിച്ച് ചെയ്തെടുത്ത തുണിയുടെ നല്ല വശം കൂടിയിട്ട് വെച്ചിട്ട് നടുക്കൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ചുറ്റുഭാഗത്തൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. കല്ലൊക്കെ പറിച്ച് കളയലാണ് പ്രധാന പണി. തയ്ച്ച് നടുക്കൊക്കെ എത്തുമ്പോൾ ആ വീട് അവിടെ എത്തുമ്പോൾ സൂചി അവിടെ കുത്തി നിർത്തണം കേട്ടോ. അതിന് ശേഷം തുണി തിരിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. ഇനി കേട്ടോ നെക്ക് വെട്ടുന്നത്. ഇത് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് വെട്ടാം. 1/2 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം നെക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ആ വീട് ഷേപ്പ് മാറാതെ തന്നെ നെക്ക് വെട്ടിയെടുത്ത് ആ വീട് അവിടെ ഒരു കട്ട് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് മറിച്ചെടുക്കാം. കൈ വെച്ചൊന്ന് നന്നായി പ്രസ് ചെയ്ത് മറിച്ചെടുത്തിട്ട് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. വീട് അവിടെ കുത്തി നിർത്തണേ. അവിടെ കുത്തി നിർത്തി വീണ്ടും തുണി തിരിച്ചതിന് ശേഷം വേണം വീണ്ടും തയ്ക്കാൻ. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കല്ല് വർക്കുള്ള കാരണം കൊണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ടൈമിൽ ചെയ്യാനേ പറ്റുള്ളൂ. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ പടിയൊന്നും വെച്ചിട്ടില്ലല്ലോ തുണിയിൽ. അതുകൊണ്ട് ആ നോച്ചിട്ട് കൊടുത്തുനിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ട് 3 ഇഞ്ച് അങ്ങോട്ട് അടയാളപ്പെടുത്തി പിൻ ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നെക്ക് വെട്ടിയെടുക്കാം. 1/2 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇനി ചുറ്ററ ഓരോ കട്ട് കൊടുത്തിട്ട് നെക്ക് തിരിച്ചെടുക്കാം. കൈയിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് തിരിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ബാക്ക് വശത്തിൻ്റെ നല്ല വശം അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം അതിൻ്റെ മീതെ കൊടുന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിൻ്റെ നെക്ക് അടിച്ചതിൻ്റെ അവിടെ ഒരു ജോയിൻ്റ് ഇല്ലേ, ആ ജോയിൻറ്റിൻ്റെ മീതെ ഫ്രണ്ട് പീസിൻ്റെ ആ നെക്കിൻ്റെ അവിടെ അങ്ങനെ കൊടുന്ന് വെക്കുക. അത് അതുപോലെ കൊടുന്ന് വെച്ചിട്ട് ഇതുപോലെ ചേർത്ത് തന്നെ കൊടുന്ന് വെച്ചിട്ട് ആ ബാക്ക് പീസിൻ്റെ നെക്കടിച്ച തുണി അതിൻ്റെ മീതൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക.
ഒന്ന് അങ്ങോട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടിക്കാം. ഒരു സ്റ്റിച്ച് ആദ്യം കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കൊന്ന് മറിച്ച് നോക്കാം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോയെന്ന്. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതേപോലെ തന്നെ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബാക്ക് നെക്ക് അടിച്ചു കൊടുക്കുക. ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് അരികത്ത് കൂടെ പതിച്ചടിച്ചു കൊടുക്കാം. നെക്കടിച്ച തുണി അടിയിൽ കൂടെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റ് റൗണ്ടായിട്ട് വരച്ചു കൊടുക്കുക. ഒന്ന് ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുക ആ റൗണ്ട് കിട്ടാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല വശത്ത് കൂടെ നോക്കുമ്പോഴും കുറച്ച് വൃത്തി ഉണ്ടാവും. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കൈക്കുഴി കുഴിച്ച് വരക്കാം. നമ്മളത് വെട്ടിയിട്ടില്ല, ഒന്ന് കുഴിച്ച് വരച്ചിട്ട് വെട്ടി കൊടുക്കാം കേട്ടോ. ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വരച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ വെട്ടി കൊടുക്കുക. കുറച്ച് ഷോൾഡർ അവിടെ തെറിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി കൊണ്ട് വെട്ടി കളയാം. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പോകാം കേട്ടോ. അതിന് മുൻപ് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. സ്ലീവിൻ്റെ അടിയും മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വശം കൂടി വെച്ചിട്ട് ആ നടുക്ക് വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 വശവും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അളവെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ അവിടെ പിൻ കുത്തി കൊടുത്തിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അടി മടക്കി അടിക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ ഞാനിങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് ഇരിക്കേണ്ട ഹെമ്മിങ് ചെയ്തിട്ട്. ഇതാട്ടോ ടോപ്പും പാവാടയും. ഇനി നമുക്ക് ഈ പാവാട എങ്ങനെ സ്റ്റിച്ച് ചെയ്തത് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. പാവാടക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാതെ അലമാരയിലിരിക്കണ ഒരു ഫ്രോക്കാട്ടോ കൊടുത്തിരിക്കണത്. അത് ഇറക്കം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പാവാടക്ക് വട്ട വെച്ചടിക്കാൻ വേണ്ടിയിട്ട് ബാക്കി തുണിയും കൂടി നമുക്ക് വെട്ടിയെടുക്കാം. ഒരു 4 ഇഞ്ച് വീതി ഉണ്ട്, കറക്റ്റ് വീതി കിട്ടിയിട്ടുണ്ട്. അത് വെട്ടിയെടുത്തതിന് ശേഷം ആദ്യം ആ നെറ്റും സെറ്റിനും കൂടിയിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പട്ടക്കെടുത്ത തുണിയുടെയും നെറ്റും സെറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു വശം മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്കത് പാവാടയിൽ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. പാവാടയുടെ ചീത്ത വശത്ത് പട്ടത്തുണിയുടെ നല്ല വശം വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. റൗണ്ട് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പട്ടത്തുണി
രണ്ട് സൈഡും യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് പട്ടത്തുണി പാവാട നല്ല വശത്തേക്ക് മറിച്ച് വെച്ചിട്ട് അടിക്കുക കേട്ടോ. എന്നിട്ട് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക. അപ്പോൾ പാവാട റെഡിയാവും. ഇതാ പാവാട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്കും കൂടി ചെയ്യാം കേട്ടോ.